വെൽക്കം ടു ഡീൽസ് കേരള. അമേരിക്കയുമായി യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇറാൻ ഉന്നയിച്ച മിക്ക നിർദ്ദേശങ്ങളും തങ്ങൾ അംഗീകരിച്ചുവെന്നുമുള്ള അമേരിക്കൻ വാദങ്ങളെയും ബഗായി തള്ളി. മധ്യസ്ഥർ വഴി സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നത് സത്യമാണെങ്കിലും അമേരിക്ക മുന്നോട്ടുവെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ബഗായി പറഞ്ഞു. അമേരിക്ക മുന്നോട്ടുവെച്ച 15 ഉപാധികളിൽ പ്രധാനമായും ഇറാന്റെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നും ഹോർമോസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം ഒഴിവാക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നതിനാൽ അംഗീകരിക്കാനാവില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഇറാന്റെ 5 പ്രധാന ആവശ്യങ്ങളും അമേരിക്കയും തള്ളിക്കളഞ്ഞു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ചർച്ചകളേക്കാൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കിയ ഇറാൻ, ഇസ്രായേലിനും മേഖലയിലെ US താവളങ്ങൾക്കും നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ചു. IRGC പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇത്തവണത്തെ ആക്രമണം പ്രധാനമായും നടത്തിയത് ഇറാനിയൻ നേവിയാണ്. ഇന്ധന പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഹോർമൂസിൽ പോയി എണ്ണ ലഭ്യത സ്വന്തമായി ഉറപ്പാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരുന്നു. ലോകത്തിലെ എണ്ണ പാചകവാതകം ആവശ്യകതയുടെ 20% കടന്നുപോകുന്ന പ്രധാന ജലപാത അടച്ചതോടെയാണ് വിവിധ രാജ്യങ്ങളിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനാൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഉദ്യമത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച UK പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ധനം ലഭിക്കുന്നില്ല. നിങ്ങൾക്കായി ഒരു നിർദ്ദേശമുണ്ട്. ഒന്നുകിൽ US-ൽ നിന്ന് ഇന്ധനം വാങ്ങുക, ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്. അല്ലെങ്കിൽ വൈകിയെങ്കിലും നിങ്ങൾ കുറച്ച് ധൈര്യം സംഭരിച്ച് ഹോർമൂസിൽ പോയി അത് പിടിച്ചെടുക്കുക, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നിങ്ങൾ സ്വയം പോരാടാൻ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതുവരെ ഞങ്ങളെ സഹായിക്കാൻ വരാത്തതുപോലെ നിങ്ങളെ സഹായിക്കാൻ ഇനി US അവിടെ ഉണ്ടാവില്ല. ഇറാൻ ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രയാസമേറിയ ഭാഗം കഴിഞ്ഞു. നിങ്ങളുടെ എണ്ണ സ്വയം നേടുക, ട്രംപ് കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. സംഭവവികാസങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ തടഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചൊവ്വാഴ്ച രാത്രി നഗരത്തിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി സിറിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ അറിയിച്ചു. അതേസമയം ലെബനോണിന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ പുറം പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിൽ UN സമാധാന സേനയ്ക്കും ആക്രമണം നേരിടേണ്ടി വന്നു. 2 ഇന്തോനേഷ്യൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ റോഡരികിൽ നടന്ന സ്ഫോടനമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബാനി ഹയാൻ സമീപം നടന്ന ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും മറ്റൊരിടത്തുണ്ടായ പ്രൊജക്ടൈൽ സ്ഫോടനത്തിൽ മറ്റൊരു സൈനികനും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ വ്യാപകമാകുകയാണ്. ഇതുവരെ കുറഞ്ഞത് 1200 പേർ കൊല്ലപ്പെടുകയും 1.2 ദശലക്ഷം പേർക്ക് വീട് വിട്ടു പോകേണ്ടി വരികയും ചെയ്തു. ഇറാനെ പിന്തുണച്ച ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ പ്രയോഗിച്ചതോടെ സംഘർഷം കൂടുതൽ വഷളായി. ഇതിനു മറുപടിയായി ഇസ്രായേൽ കരയിലും ആകാശത്തും ആക്രമണം ശക്തമാക്കി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം കടുത്ത മുന്നറിയിപ്പും നൽകി. അതിർത്തിക്ക് സമീപമുള്ള ലെബനൻ ഗ്രാമങ്ങൾ മുഴുവൻ നശിപ്പിക്കുമെന്നും വടക്കൻ ഇസ്രായേൽ സുരക്ഷിതമാകുന്നതുവരെ തെക്കിൽ നിന്നൊഴിഞ്ഞുപോയ 6 ലക്ഷം പേരെ തിരികെ പ്രവേശിപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഗാസയെപ്പോലെ തന്നെ നാശം വിതയ്ക്കുമെന്ന നിലപാടും അവർ ആവർത്തിച്ചു. തെക്കൻ ലെബനനിൽ ലിറ്റാനി നദി വരെ ഒരു ബഫർ സോൺ സ്ഥാപിക്കാനുള്ള പദ്ധതിയും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിച്ചാലും ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. മാർച്ച് 2 മുതൽ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ ലെബനനിൽ വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി രൂപപ്പെട്ടു. ലക്ഷക്കണക്കിനു പേർ കുടിയൊഴികേണ്ടി വരികയും ചെയ്തു. ലിറ്റാനി നദി ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ്. ഇതിനിടെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകൾ പുതിയ ഭീഷണിയുമായി രംഗത്തെത്തി. മേഖലയിൽ പ്രവർത്തിക്കുന്ന US കമ്പനികളെ അവർ ലക്ഷ്യമാക്കി. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഇന്റൽ, ടെസ്ല, ബോയിങ് തുടങ്ങിയ 18 കമ്പനികളെ പട്ടികപ്പെടുത്തി.
യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി കരാറിന് തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ ഇറാൻ അനുസരിക്കാത്ത പക്ഷം യുദ്ധം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം US ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാത്ത യൂറോപ്പ് രാജ്യങ്ങളെ ട്രംപ് വിമർശിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ US-ഇസ്രായേൽ സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ടു പോയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഫ്രാൻസ് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് US ആയുധങ്ങൾ കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നതും വിവാദമായി. ഇതോടെ ഫ്രാൻസുമായി പ്രതിരോധ സഹകരണം നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇറ്റലിയും സമാന നിലപാട് സ്വീകരിച്ചു. സിസിലിയിലെ സിഗൊണെല്ല വ്യോമതാവളത്തിൽ US സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നിഷേധിച്ചതായും വിവരങ്ങൾ പുറത്തുവന്നു. സ്പെയിനും US വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചു. നാറ്റോയുടെ കൂട്ടായ പ്രതിരോധത്തിന് മാത്രമേ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കൂവെന്ന് അവർ വ്യക്തമാക്കി. യുദ്ധം തുടരുന്നതിനിടെ ആഗോള പാരിസ്ഥിതിക സംഘർഷങ്ങളും രൂക്ഷമാകുന്നു. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്കും പ്രതിസന്ധി നേരിടേണ്ടി വന്നു. UAEയിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ LPG ടാങ്കർ പൈൻ ഗ്യാസ് സാധാരണ യാത്രയേക്കാൾ ഏറെ വൈകിയാണ് കടലിടുക്ക് കടന്നത്. കപ്പലിലെ 27 ഇന്ത്യൻ ജീവനക്കാർക്ക് ദിനംപ്രതി മിസൈലുകളും ഡ്രോണുകളും മുകളിലൂടെ പറക്കുന്നത് കാണേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ നാവികസേന പിന്നീട് കപ്പലിന് അകമ്പടി സർച്ച് സുരക്ഷ ഉറപ്പാക്കി. ഇപ്പോഴും പേർഷ്യൻ ഗൾഫിൽ നിരവധി ഇന്ത്യൻ കപ്പലുകൾ തുടരുകയാണ്. ഇന്ത്യയിലെ LPG വിതരണത്തെയും ഈ സാഹചര്യം ബാധിക്കാനിടയുണ്ട്. രാജ്യത്ത് പാചകവാതകത്തിനായി വലിയ തോതിൽ ഇറക്കുമതിയിലാണ് ആശ്രയം. മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇപ്പോൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് നൽകുന്നത്. അടുത്ത ദിവസങ്ങൾ അതീവ നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.